عليكم السلام السلام ورحمة عليكم الله ورحمة الله. وبركاته. السلام عليكم ورحمة بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഒരു മിനിറ്റ്. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്കിങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമ് പഠിക്കാൻ ഒരുമിക്കാനുള്ള അവസരം അള്ളാഹു തന്നത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഓരോ ദിവസവും ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും ജീവിതത്തിലേക്ക് എത്രത്തോളം കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്ന് എല്ലാവരും പരിശോധിച്ചു കൊണ്ടേയിരിക്കുക. ജീവിതം അള്ളാഹുവിന്റെ ദിക്റുകളായിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ പരമാവധി എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകാൻ ഉപയോഗിക്കട്ടെ. ആമീൻ. നമ്മള് കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഞാൻ ഇന്നത്തേക്ക് പഠിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെനിക്ക് ഓർമ്മയില്ല ചോദിക്കാന്. ലാസ്റ്റത്തെ ഒരു 10-20 മിനിറ്റ് അതിന് സമയം മാറ്റി വെക്കാട്ടോ. ഇൻഷാ അല്ലാഹ് 133, 34, 35 ആയത്തുകള് 36 വരെയുള്ള ആയത്തുകൾ പഠിച്ചു. കുറെ ആൾക്കാർ എനിക്ക് വാട്സാപ്പിൽ ഓതി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫിക്കും. പഠിച്ച ആളുകളൊക്കെ നിസ്കാരത്തിൽ ഈ ആയത്തുകളൊക്കെ പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് അള്ളാഹു തആലയുടെ സ്വർഗത്തിന് വേണ്ടി മത്സരിച്ച് മുന്നേറുന്ന ആളുകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ പറയുന്ന ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അല്ലെ. സുബ്ഹാനല്ലാഹ്. വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാല് ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ അല്ലെ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ അവസ്ഥ, അവർക്ക് വന്നു ഭവിച്ച അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിക്രമങ്ങൾ എന്താണ് എന്ന്, അവരുടെ പര്യവസാനം, സത്യനിഷേധികളായ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകളുടെ പര്യവസാനം എപ്രകാരമായിരുന്നു എന്ന് നോക്കിക്കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭൂമിയിൽ കൂടെ സഞ്ചരിക്കാൻ അള്ളാഹു തആല പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ചിലർക്ക് ഇത് അള്ളാഹു തആല ഹുദയും സതുപദേശവുമായിട്ടില്ലേ, ചിലർക്കെല്ലാം മുത്തഖീങ്ങൾക്ക്. ഈ ഓരോ എന്തൊരു കാര്യം എടുത്താലും അതിലെല്ലാം മുത്തഖീങ്ങൾക്ക് എന്തുണ്ട്? മാർഗദർശനമുണ്ട്, അതുപോലെ സതുപദേശവും ഉണ്ട്. അപ്പം നമ്മൾ എന്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും അതിലെല്ലാം നമുക്ക് മാർഗദർശനമുണ്ടെങ്കിൽ അല്ലെ, നേരായ വഴിയിലേക്ക് നമ്മളെ നയിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അൽഹംദുലില്ലാ നമ്മൾ മുത്തഖീങ്ങളാണ്. അതല്ല നമുക്കെല്ലാം വിപരീത ഫലമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മുത്തഖീങ്ങളുടെ ദർജയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പം അതിലേക്ക് എത്താനുള്ള പരിശ്രമങ്ങൾ നമ്മൾ കൊണ്ടുവരണം അല്ലെ. കാരണം അല്ലാഹു തആല നമ്മളോട് പറഞ്ഞതാണെന്ത്? വളരെ വലിയൊരു ആശ്വാസവാക്കാണ് അല്ലെ. വലാ തഹിനു വലാ തഹ്സനു. നിങ്ങള് ദുഃഖിക്കണ്ടല്ല, വിഷമിക്കണ്ട, ദുർബലരാകരുത്. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ആളുകളല്ല അല്ലെ. നിങ്ങൾ ആരുടെ മുമ്പിലും പേടിച്ച് ഭയപ്പെട്ട് ഒതുങ്ങി അങ്ങനെ നിൽക്കേണ്ടവരല്ല. നിങ്ങൾ എന്താണ്? അൻതുമുൽ അലൗൻ. നിങ്ങളാണെന്ത്? ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ. ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അപ്പം വിശ്വാസികളാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞ കാര്യമാണത്. വിശ്വാസികളാണെങ്കിൽ, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണെന്ത്? ഉന്നതന്മാർ. അൻതുമുൽ അലൗൻ. ഏറ്റവും ഉന്നതന്മാർ നിങ്ങൾ തന്നെയാണ്.
സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്തിനാ വെറുതെ അല്ലേ ദുഃഖിക്കുന്നത്, ദൗർബല്യം കാണിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല എന്നോ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മൾ എന്നിട്ടും എന്തിനാ വെറുതെ ഇങ്ങനല്ലേ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന? നമ്മൾ വിശ്വാസികളല്ലേ? അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, സുബ്ഹാനല്ലാഹ് അല്ലെ? നമ്മൾ അള്ളാഹുവിനെ ഇങ്ങനെ സ്തുതിച്ചു കൊണ്ടേയിരിക്കുക. എന്തൊരു പ്രയാസത്തിലും അതിലെന്തെങ്കിലും ഹൈർ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. ഉം. എന്തെങ്കിലുമൊക്കെ ഹൈർ എന്തായാലും ഉണ്ടാവും, അതിൽ ഉറച്ചു വിശ്വസിക്കുക. അല്ലാഹു തആല എല്ലാവർക്കും ഏറ്റവും നല്ല ജീവിതം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ അടുത്ത ആയത്ത് നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 140-ാമത്തെ ആയത്താണ്. ജസ്റ്റ് ഇങ്ങനെ ക്ലാസ് അലക്ഷ്യമായി കേൾക്കാതെ കഴിയുന്നവര് പരമാവധി മുസ്ഹാഫ് എടുത്ത് തുറന്നു വെച്ചിട്ട് ഖുർആൻ നോക്കിയിട്ട് തന്നെ പിന്നെ ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഖുർആൻ എടുത്ത് തുറന്നു വെച്ചിട്ട് തന്നെ ഇരുന്നിട്ട് കേൾക്കാൻ പറ്റുന്നത് അങ്ങനെ തന്നെ കേൾക്കാം. തീരെ പറ്റാത്തവര് പിന്നെ ശ്രദ്ധയോടെങ്കിലും കേൾക്കാം. കാരണം അലക്ഷ്യമായിട്ട് നമ്മൾ ഖുർആനിനെ സമീപിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ശ്രദ്ധ കൊടുക്കുക. അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. പിന്നെ അലക്ഷ്യമായിട്ട് വേറെ പലരോടും സംസാരിക്കുന്നതിനിടയിൽ ഇത് പ്ലേ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് ഓഫാക്കി കട്ട് ചെയ്തിട്ട് അങ്ങ് പോയിക്കോ. നിങ്ങൾ സംസാരിച്ചോ, സംസാരത്തിലേക്ക് ഏർപ്പെട്ടോ, ഇതിനെ വെറുതെ എന്താക്കണ്ട, അവഗണിക്കണ്ട. കാരണം നമ്മൾ ഖുർആനിനേർക്കൊരു അവഗണന നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതുകൊണ്ട് പിന്നെ ശ്രദ്ധയോടെ കേൾക്കാൻ പറ്റുന്നവര് മാത്രം ഇത് ഇരുന്ന് കേൾക്കുക. അല്ലെങ്കിൽ ഇരുന്നിട്ട് തന്നെ കേൾക്കണോ ഞാൻ നിർബന്ധം പറയുന്നില്ല. പക്ഷെ ശ്രദ്ധ കൊടുക്കണം. പണിയെടുക്കുന്നതിന്റെ ഇടയിലാണ് കേൾക്കുന്നെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ മറ്റ് സംസാരങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഖുർആൻ ഇവിടെ വെച്ചിട്ട് വെറുതെ നമ്മൾ കുറ്റം വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ആകാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇൻ യംസസ്കും ഖർഹുൻ ഫഖദ് മസ്സൽ ഖൗമ ഖർഹുൻ മിസ്ലുഹു വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനൻ നാസ് وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين وليمحص الله الذين آمنوا ويمحق الكافرين أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നറിയോ? ഈ യംസസ്കും ഖർഹുൻ, നിങ്ങൾക്കിപ്പം യംസസ്കും നിങ്ങളെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അഥവാ നിങ്ങൾക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ, ഖർഹുൻ വല്ല മുറിവും പരിക്കും അല്ലെ? നമ്മള് ഉഹദ് യുദ്ധം, ബദർ യുദ്ധം കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുമാണ് ഇതിനിടയിലാണ് സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് ഇപ്പൊ വല്ല മുറിവും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, വല്ല പരിക്കും ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ യുദ്ധവും പോരാട്ടവും അല്ലെ ഒക്കെ നടക്കുമ്പോ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും ചെറിയ പരിക്കുകളൊക്കെ സംഭവിക്കും. ഇപ്പൊ ചെറുതല്ല, ചിലപ്പോ വലിയ മുറിവുകളൊക്കെ തന്നെ വന്നിട്ടുണ്ടാകാം അല്ലെ? നിങ്ങൾക്കിപ്പോ വല്ല മുറിവും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമോ പ്രയാസം അല്ലെ എന്ത് ബാധിക്കുന്നുണ്ടെങ്കിൽ, ഫഖദ് മസ്സ എന്നാൽ ബാധിച്ചിട്ടുണ്ട്, അൽ ഖൗം ജനങ്ങൾക്ക്, ഖർഹുൻ മിസ്ലുഹു ഇതുപോലുള്ള അല്ലെ അതുപോലെയുള്ള മുറിവുകള് അങ്ങനെ മറ്റു ജനങ്ങൾക്കും എന്തായിട്ടുണ്ട്? ബാധിച്ചിട്ടുണ്ട്. വതിൽകൽ അയ്യാമു നുദാവിലുഹാ, ആ നാളുകൾ അല്ലെ ആ ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്യുന്നത്? പിന്നെ വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, മനുഷ്യർക്കിടയിൽ അല്ലാഹു തആല അതിനെ കൈമാറ്റം ചെയ്യുകയാണ്. അതായത് മുമ്പുള്ളവർക്കും ഇതുപോലെയുള്ള മുറിവുകളും പരിക്കുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പം നിങ്ങൾക്കും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാന്നറിയോ? വലിയഅലമ അല്ലാഹു അറിയുവാനും, അല്ലദീന ആമനു വിശ്വസിച്ചവരെ,
നിങ്ങൾക്കിടയിൽ അല്ലെ വിശ്വസിച്ചവരെ അള്ളാഹുവിന് തിരിച്ചറിയുവാനും, പിന്നെയോ വ ലിയഅലമൽ അമനു വയത്തഖിദ മിൻകും ശുഹദാ, നിങ്ങളിൽ നിന്നും ഉണ്ടാക്കാൻ, അള്ളാഹുവിനെ ഏർപ്പെടുത്താൻ അല്ലെ അള്ളാഹ്ക്ക് ഉണ്ടാക്കാൻ എന്ത്, ശുഹദാ, സാക്ഷികളെ. സാക്ഷി മീൻസ് രക്തസാക്ഷികളെ, ഷഹീദുകളെ. അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്ന ആളുകളെ ഉണ്ടാക്കുവാൻ വേണ്ടിയും. വല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ, അള്ളാഹു ഒരിക്കലും അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ അള്ളാഹു താല എന്താ നമ്മളോട് പറയുന്നത്? ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പ്രയാസങ്ങളും മുറിവുകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മുമ്പ് അക്കൂട്ടർക്കും ഇതുപോലെയുള്ള കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ട് അല്ലെ. അങ്ങനെയുള്ള ആ ദിവസങ്ങളിലെ ആ ജയാപജയങ്ങൾ, അത് പിന്നെ ആ തിൽക്കൽ അയ്യാം അല്ലെ, ആ ദിവസങ്ങൾ, ആ ദിവസങ്ങളിലെ വിജയപരാജയങ്ങൾ അല്ലാഹു തആല ആളുകൾക്കിടയിൽ എന്താക്കാണ്, നുദാവിലുഹാ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അല്ലാഹു തആല മാറ്റിക്കൊണ്ടിരിക്കുന്നതാണെന്ന് പറയുന്നത്. എന്തിനാ? വലിയഅലമല്ലാഹു അല്ലദീന ആമനു, നിങ്ങളിൽ വിശ്വസിച്ച ആളുകളെ തിരിച്ചറിയുവാനും, വയത്തഖിദ മിൻകും ശുഹദാ, രക്തസാക്ഷികളെ അല്ലാഹു തആലക്ക് വേണ്ടി ഉണ്ടാക്കി തീർക്കുവാനും, അതിനാണ് അല്ലാഹു തആല ഇപ്രകാരം ചെയ്യുന്നത് എന്ന് പറയുന്നത്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, എന്നാൽ അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല അല്ലെ. സത്യത്തില് വിശ്വാസികൾ ആരാണ്, മുനാഫിഖീങ്ങൾ ആരാണ് അല്ലെ? ശരിക്കും അന്ന് അവർക്കിടയിൽ ആരുണ്ടായിരുന്നു? മുനാഫിഖീങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. വിശ്വാസികൾ എന്ന് പറഞ്ഞ് ഞങ്ങളും നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞ് കൂടെ കൂടിയ ഒരുപാട് മുനാഫിഖീങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ യുദ്ധത്തിന് വേണ്ടി അവർ പുറപ്പെട്ട് വഴിക്ക് വെച്ചവരെന്തായി? തിരിഞ്ഞു നടന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും അങ്ങനെയുള്ള ആളുകളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ്. ഒരിക്കലും ഒരു കപടവിശ്വാസി എന്താക്കൂല, ഇങ്ങനെ പിന്നെ ഇവരുടെ കൂടെ നിന്ന് പോരാടാൻ തയ്യാറാവൂല അല്ലെ. സ്വന്തം ശരീരത്തിനും ധനത്തിനും എന്തെങ്കിലും നഷ്ടങ്ങളും കേടുപാടുകളും സംഭവിക്കുന്ന കാര്യത്തിന് അവരെന്താക്കൂല, കൂടെ നിൽക്കൂല. അവര് വല്ല തഞ്ചത്തിൽ എന്താകും, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോ അവർ ഒഴിഞ്ഞു മാറി പോകും. അവിടെ ആത്മാർത്ഥമായ ഒരു പോരാട്ടത്തിന് അവര് തയ്യാറാകൂല, മുന്നിട്ട് നിൽക്കൂല അവര്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അള്ളാഹു തആല അതിനു വേണ്ടിയിട്ടാണ്. പിന്നെയോ, പിന്നെ 3 ആയത്തുകളും പറഞ്ഞിട്ട് നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം കേട്ടോ. വലിയുമഹ്ഹിസ അല്ലാഹു അല്ലദീന ആമനു വയംഹഖൽ കാഫിരീൻ. വലിയുമഹ്ഹിസ എന്തിനു വേണ്ടിയാന്ന് പറയുന്നത്? ശുദ്ധിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, തെളിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു ആരെ? അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വയംഹഖൽ കാഫിരീൻ, അതുപോലെ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട്. ആരെ? അൽ കാഫിരീൻ, അവിശ്വാസികളെ. അവിശ്വാസികളെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലാതാക്കാൻ വേണ്ടിയും വിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ടുള്ളത്? ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ അള്ളാഹു തആല കൊണ്ടുവന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളല്ലേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു തആല ചോദിക്കാണ്, അം ഹസിബത്തും, നിങ്ങൾ വിചാരിച്ചുവോ? നമ്മൾ സൂറത്തുൽ ബഖറയിൽ ഇതുപോലൊരു ആയത്ത് കണ്ടിട്ടുണ്ട് അല്ലെ. അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു മിനിറ്റ്. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, സൂറത്തുൽ ബഖറയിൽ 214 ആയത്ത് അല്ലെ. വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലൂ ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനു മഅഹു മത്താ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അവിടെ എന്താ അല്ലാഹു തആല പറഞ്ഞത്? നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചേക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്ങനെ? വലമ്മായഅതികും മസലുല്ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് വന്നതുപോലെയുള്ളത് നിങ്ങൾക്കും വരാതെ എങ്ങനെ? മസ്സതുഹുമുൽ ബഅസാ വദ്ദറാ അല്ലെ. അവർക്ക് അല്ലാഹു തആല ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അവർക്ക് ബാധിച്ചിട്ടുണ്ട് അല്ലെ. അവരെങ്ങനെ കിടിലം കൊണ്ട് വിറച്ചു. എത്ര വരെ? എപ്പോഴാണ് അള്ളാഹിന്റെ സഹായം ഉണ്ടാകുക എന്ന്
ചോദിക്കുന്നത് വരെ അവർ പ്രയാസങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരുന്നു. വല്ലാത്ത കഠിനമായ പരീക്ഷണങ്ങൾക്ക് അവര് വിധേയരായി. അങ്ങനെയുള്ളത് നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് അങ്ങനെ വേഗം വെറുതെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിച്ച് കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു അല്ലെ. അതേപോലെ തന്നെയാണ് ഇവിടെ അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്, അം ഹസിബത്തും, അതല്ല നിങ്ങൾ വിചാരിച്ചുവോ, ഗണിച്ചുവോ, എന്ത്, അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾക്ക് വേഗം അങ്ങനെ സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും, വലമ്മാ യഅലമില്ല, അള്ളാഹു അറിഞ്ഞിട്ടില്ലാതെ അറിയാതിരിക്കെ, എങ്ങനെ, അല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ നിന്നും യുദ്ധം ചെയ്തവര്, ധർമ്മസമരം ചെയ്തവര്, യുദ്ധം ചെയ്തവരെ അറിഞ്ഞിട്ടല്ലാതെ, വയഅലമസ്വാബിരീൻ, അതുപോലെ ക്ഷമിക്കുന്നവരെ ക്ഷമാലുക്കളെയും അറിയുകയും ചെയ്യാതെ, അല്ലെ, നിങ്ങളിൽ നിന്ന് യുദ്ധത്തിന് ഏർപ്പെട്ടവരെയും ക്ഷമാശീലരെയും അള്ളാഹു തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? അള്ളാഹുവിന്റെ ഒരു ചോദ്യം അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ആയത്തിലേക്ക് നമുക്ക് പോകാം. അള്ളാഹു തആല എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പും ഇതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഒരു വിശ്വാസി അല്ലെ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഓരോരുത്തരുടെയും ഈമാനിന്റെ ദൃഢതക്കനുസരിച്ചാ പോലും ഓരോരുത്തർക്ക് ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ. ഓരോരാൾക്ക് താങ്ങാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ അള്ളാഹു തആല കൊടുക്കൂ. സുബ്ഹാനല്ലാഹ് അല്ലെ. ശരിക്കും ഓരോരോ ആൾക്കാരുടെ ഈമാൻ അനുസരിച്ചിട്ട് അള്ളാഹ് പരീക്ഷിക്കാന്ന് പറയുന്നത്. ഈമാൻ കൂടുന്നത്ര പരീക്ഷണത്തിന്റെ കാഠിന്യം കൂടുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തിനാന്നറിയോ? അള്ളാഹ്ക്ക് ഇഷ്ടല്ലേറ്റാ അല്ല, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് അവന്റെ ഒരു പാപവും ഇല്ലാതെ റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. രണ്ട് രീതിയിലുണ്ട്. അതായത് കൂടുതലും പറയപ്പെടുന്നത് മനുഷ്യന്റെ പാപങ്ങൾ നിമിത്താണ് മനുഷ്യൻ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയനാകുന്നത്. അതായത് നമ്മൾ ചെയ്ത തിന്മകളുടെ അനന്തരഫലമായിട്ട് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടാനുണ്ടാകും. പക്ഷെ അതും എന്താണ്? അത് അള്ളാന്റെ കാരുണ്യാന്ന്. അല്ലേ? സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഓരോരുത്തരും? അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പിന്നെ എന്താ പറയാ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തരുന്നത് അള്ളാഹു ചിലപ്പോൾ നമ്മൾ ചെയ്ത തിന്മന്റെ അനന്തരഫലമായിട്ടാകും. അതെങ്ങനെയാ അള്ളാന്റെ കാരുണ്യാകുന്നത്? അതെങ്ങനെയാണെന്നറിയോ? നമ്മള് ഒരു തെറ്റ് ചെയ്ത് അതിന്റെ പേരിൽ അപ്പൊ തന്നെ നമ്മൾ പിടിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ അള്ളാഹു തആല തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആശ്വസിക്കാം. ഒരാൾക്ക് നമ്മൾ മിഞ്ഞാന്ന് നമ്മളെ നസീറാന്റെ ക്ലാസ് കേട്ടിട്ടുണ്ടായില്ല, പരദൂഷണത്തിന്റെ വിഷയത്തിൽ. അതിലൊരു കാര്യം നിങ്ങൾ പോയിന്റ് നോട്ട് ചെയ്തിനാ? ഈ ഒരു തിന്മ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് വരുന്ന വലിയൊരു ശിക്ഷ എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള, സുജൂദ് ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാന്നുള്ളതാണ്. അതായത് അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാനുള്ള ഇബാദത്തുകളിൽ നമുക്ക് കുറവ് വരാന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ശിക്ഷ, പരീക്ഷണം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു തിന്മന്റെ അനന്തരഫലം. മുൻഗാമികളൊക്കെ അവർക്ക് എപ്പോഴെങ്കിലും തഹജ്ജുദോ ഏതെങ്കിലും സുന്നത്ത് നമസ്കാരമോ അവർക്ക് നഷ്ടമായി പോയാൽ അവർ ചിന്തിക്കും പോലും, ഞാൻ എന്ത് പാപമാണ് ചെയ്തു പോയത് റബ്ബേ, നിനക്ക് സുജൂദ് ചെയ്യുന്നതിൽ നിന്നും എന്നെ തടഞ്ഞ എന്തൊരു പാപമാണ് എന്നിൽ വന്നത് റബ്ബേ, എനിക്ക് നീ പുറത്തരണേ എന്ന് പറഞ്ഞിട്ട് അവരുടെ പിറകിലേക്ക് നോക്കും. അതായത് അവരിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി അവരിൽ വന്ന വീഴ്ചകളെ തിരുത്തി അതിന് പകരം നന്മകൾ കൊണ്ടുവന്നിട്ട്. സുബ്ഹാനല്ലാഹ്. അത് ആ ഒരു ഉദാഹരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലപോലെ ചിന്തിച്ചത്. അതായത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ പുറപ്പെട്ട് ഇത്ര സമയത്തിന് നമുക്ക് എത്തണം, പക്ഷെ നമ്മൾ വഴി തെറ്റിപ്പോയി. അപ്പോ വീണ്ടും നമ്മൾ തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് നമുക്ക് മനസ്സിലായി നമ്മൾ തെറ്റി. അപ്പൊ നമ്മൾ എന്താക്കണം? നമുക്ക് ശരിയായ വഴിയിലേക്ക് പോകണമെങ്കിൽ ആദ്യം പോയ അത്ര സ്പീഡിൽ പോയാ പോരാ അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് ഒന്നും കൂടി നമ്മൾ എന്താക്കണം? കുറച്ചും കൂടി വേഗതയിൽ പോകണം. അതായത് നമ്മൾ സൽക്കർമ്മങ്ങൾ മുന്നേറിക്കൊണ്ടാകണം നമ്മൾ പോകേണ്ടത്. അതായത് ഒരു തെറ്റ് നമ്മളിത് വന്നുപോയാൽ അതിന് പകരമായി നമ്മൾ ഒരുപാട് നന്മകൾ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ പിന്നോട്ട് പോയ
ആ വേഗത അല്ലെ, ആ കുറവിനെ നമ്മൾ എന്താക്കണം, മുന്നോട്ടേക്ക് അതിവേഗത്തിൽ പോയിട്ട് നമ്മൾ എന്താക്കണം, അതിന് നികത്തണം. അതാണ് വസാരിഊ വസാരിഊ അല്ലെ. ശരിക്കും ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇങ്ങനത്തെ ചില പോയിന്റുകളില്ലേ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഞാൻ ഒരു പെന്ന് ബുക്കിലോ എവിടെയും കുറച്ച് വെച്ചില്ല, പക്ഷെ എനിക്ക് അത് ഭയങ്കരമായിട്ട് എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് അത് ആ പോയിന്റ് ഭയങ്കര ഇതായി. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലെ. അള്ളാഹു തആല നമുക്ക് തെറ്റ് പറ്റിപ്പോ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയില്ലേ, സൂറത്ത് ആല ഇമ്രാന്റെ ഈ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്താണ്? വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം. അവര് ഈ സ്വർഗാവകാശികളായ ആളുകൾ എന്തെങ്കിലും നീചവൃത്തി ചെയ്തു പോയാൽ അപ്പൊ തന്നെ അള്ളാഹിനെ ഓർമ്മിക്കും, ഇസ്തിഗ്ഫാർ ചെയ്യും, എന്നിട്ട് അള്ളാഹുവിലേക്ക് പാപമോചനം തേടും അല്ലേ. സുബ്ഹാനല്ലാഹ്, അതാണ് വിശ്വാസികൾ. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പോകാം, പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. തെറ്റ് ചെയ്യാതിരിക്കാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എന്നിട്ടും നമുക്ക് എന്തെങ്കിലും തരത്തിൽ വീഴ്ചകൾ ആ വിഷയത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, പെട്ടെന്ന് ഇതുപോലെ അള്ളാഹുലേക്ക് തിരിയ, ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക, നന്മയില് ധൃതിപ്പെട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാതെ നമ്മളെ തിന്മകളിൽ തന്നെ മുഴുകി പോകാൻ പാടില്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മള് ഒരു തെറ്റ് ചെയ്ത് വീണ്ടും 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 ആ തെറ്റിൽ തന്നെ നിലകൊള്ളുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, നമ്മൾ ശിക്ഷിക്കപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് എന്നാ മനസ്സിലാക്കണ്ടേ. അള്ളാഹുവിന്റെ ശിക്ഷക്ക് നമ്മൾ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റപ്പെട്ടു എന്നാ മനസ്സിലാക്കണ്ടേ. അല്ലാണ്ട് അല്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടും ആരും അറിയുന്നില്ല, ആരും എന്നെ പിടിക്കുന്നില്ല അല്ലെ, ഞാൻ പിടിക്കപ്പെടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആരും അതിൽ തന്നെ ഉറച്ചു നിക്കണ്ട കേട്ടാ. നഷ്ടാണ്. കാരണം എന്താ അറിയോ, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ പിടിക്കപ്പെട്ടിട്ട് ആൾക്കാരെ അറിഞ്ഞ് വഷളായി വിചാരിച്ചോ, അത് അവന് ഹൈറാണ്. ഒരിക്കലും അവനെന്താക്കണ്ട, അതിലൊരു വിഷമം വിചാരിക്കണ്ട. കാരണം എന്താ അറിയോ, എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ നന്നാകണമെന്ന് അള്ളാഹ് ആഗ്രഹിക്കുന്നുണ്ട്. മാറാൻ വേണ്ടിയിട്ടാ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ തിന്മകളിൽ തന്നെ വ്യാപൃതരായിട്ട് കഴിഞ്ഞുകൂടുക അല്ലെ, രഹസ്യമായി തിന്മ ചെയ്യുന്ന, തെറ്റുകൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പകൽ മാന്യന്മാർ അല്ലെ, ആളുകൾക്കിടയിൽ നല്ലവർ. മുനാഫിഖീങ്ങളുടെ ചില ഗുണങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ഇബ്നു സൈമി റഹിമഹുള്ള പറഞ്ഞ് ഒന്ന് രണ്ട് വാക്കുകൾ പറയുന്നുണ്ട്. അതായത് നമ്മള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അറിഞ്ഞ ആയത്തുൽ മുനാഫിഖീൻ നമുക്കറിയാം അല്ലെ, മുനാഫിക്കിന്റെ അടയാളം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതല്ലാതെ ചില കാര്യങ്ങൾ, അതായത് അവൻ എന്താണെന്ന് വെച്ചാല് ആൾക്കാരുടെ കൂടെ ചെയ്യുമ്പോൾ നന്മകൾ ചെയ്യും, തനിച്ചാകുമ്പോ മടി, അലസത, അതില് പിന്നെ ചെയ്യൂല. ഈ ഗുണം നമുക്കുണ്ടോ? ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ. നമ്മൾ ഓരോരുത്തരും നമ്മളെ മാത്രം നോക്കിയാൽ മതി, വേറെ ആരും നോക്കണ്ട, വേറെ ആരെയും നോക്കണ്ട. നമ്മളെ തന്നെ നമ്മൾ നോക്കാം. അല്ലെ, ഈ പറഞ്ഞ ഗുണം നമുക്കുണ്ടോ? ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടുമ്പോ സത്യം പറഞ്ഞാൽ ജമാഅത്തിൽ കൂടെ ഒരു ബർക്കത്ത് ഉണ്ട് എന്നാണ്. ജമാഅത്തിന്റെ കൂടെ ചെയ്യുമ്പോൾ ഒരു ബർക്കത്ത് ഉണ്ട്. ജമാഅത്തായിട്ട് ചെയ്യുന്നതിൽ നല്ല കാര്യം തന്നെയാണ്. ഒന്നിച്ച് ചെയ്യുന്നത് അള്ളാഹു അവന്റെ റസൂലൊക്കെ ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ്. ഒന്നിച്ച് ചെയ്യാം. പക്ഷെ നമ്മൾ ഒറ്റക്കാകുമ്പോൾ നമ്മൾ തീരെ ചെയ്യാത്ത ഒരവസ്ഥ, അലസതയും മടിയുമായിട്ട് നമ്മൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിഫാഖിന്റെ ലക്ഷണങ്ങളാണ് അതിലുള്ളത്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മൾ ആൾക്കാരുടെ കൂടെ ഉള്ളതിനേക്കാൾ നല്ല ആവേശം നമ്മൾ തനിച്ചാകുമ്പോഴാണ് നമുക്ക് ഈ ബാധ്യതകൾക്ക് ഉണ്ടാവേണ്ടത്. ഖുർആൻ പാരായണമായിക്കോട്ടെ, നിസ്കാരമായിക്കോട്ടെ, മറ്റു ദാനധർമ്മങ്ങളായിക്കോട്ടെ, ഖുർആൻ പഠനമായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, ഒറ്റക്കാകുമ്പോ നമ്മൾ എങ്ങനെയാ, നമ്മളെ തന്നെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടാ. പിന്നെ ആളുകള് പുകഴ്ത്തി പറയുന്നതിനെ, പ്രശംസിക്കുന്നതിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലാണ് അത് വരുന്നത്. ആഗ്രഹിക്കാതെ ആൾക്കാർ പുകഴ്ത്തുന്നതിന് ഇപ്പൊ എന്താ ചെയ്യാലേ? പക്ഷെ എന്നാലും പുകഴ്ത്തണ്ടാട്ടാ, നല്ലത് പറയണ്ട. എന്താ അറിയോ, നമ്മൾ മനുഷ്യന്മാര് ദുർബലരാണ് അല്ലേ. നമ്മളില്ലേ നല്ലത് പറയുമ്പോ കേൾക്കുമ്പോ നമുക്കത് ഇഷ്ടാവും. പിന്നെ നമ്മളത് നല്ലത് പറയാണ്ടിരിക്കുമ്പോ നമുക്ക് വിഷമാവും ചെയ്യും അല്ലെ. അപ്പൊ ആ വിഷമാവുമ്പോ നമ്മളെ മനസ്സിൽ എന്തുണ്ട്, നമ്മളിൽ മെല്ലെ മെല്ലെ ഈ റിയാ കടന്നു വരാൻ സാധ്യത ഉണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ അല്ലേ.
നമ്മള് വല്ലാത്തൊരു ദുർബലമായ ഒരു സൃഷ്ടിപ്പായി പോയി. പഠിച്ചോനെ, നല്ല ശക്തമായ ഈമാൻ തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ശക്തമായ ഈമാൻ തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലെ, എന്ത് ഇപ്പൊ നമ്മള് പറഞ്ഞു വന്ന വിഷയം പറയുന്നത് എന്താണ്? അല്ലാഹു തആല ഇങ്ങനെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ തരുന്നത് നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും വന്നിട്ടുണ്ട്. ഒരുപാട് ലക്ഷ്യങ്ങൾ അള്ളാന്റെ മുമ്പിലുണ്ട്. അല്ലാഹു തആല പിന്നെ ഇങ്ങനൊക്കെ തരുന്നത് ധൈര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇല്ലേ? ധൈര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, ക്ഷമ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥ വിശ്വാസികളെയും കപട വിശ്വാസികളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ള രക്തസാക്ഷികൾ നിങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു ഉണ്ടാകണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിയത്, അല്ലെ? അങ്ങനെ നിങ്ങളിലുള്ള ദൗർബല്യം, പോരായ്മ അതിനെ ഒഴിവാക്കി ഇല്ലാതാക്കി നിങ്ങളെ ശുദ്ധീകരിച്ചെടുക്കണം. അങ്ങനെ വിശ്വാസികളുടെ ശക്തി, പ്രതാപം, അല്ലെ, അത് തിരിച്ചു കൊണ്ടുവരണം. അവിശ്വാസികളെ പരാജയപ്പെടുത്തണം, ദുർബലരാക്കണം. ഇതൊക്കെയാണ് അല്ലാഹു തആല ഇതിലൂടെ ഒക്കെ ഉദ്ദേശിച്ചതാ പറയുന്നത്. ശരിക്കും വയത്തഖദ മിൻകും ശുഹദാ, അല്ലെ? അല്ലാഹു തആല നിങ്ങളിൽ നിന്നുമുള്ള രക്തസാക്ഷികൾ ഉണ്ടാക്കുക. അവിടെ പറയുന്ന കാര്യം എന്താ അറിയോ? രക്തസാക്ഷികൾ എന്ന് പറയുമ്പോൾ, അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ലഭിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ഭയങ്കര ഉന്നതമാണ്. രക്തസാക്ഷികൾ മരണത്തിന് ശേഷം അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ അവര് ആഗ്രഹിക്കും പോലും വീണ്ടും വീണ്ടും ജീവിപ്പിച്ച് ശത്രുക്കളാൽ കൊല്ലപ്പെട്ടമാറാക്കിയ, അങ്ങനെ കൊല്ലപ്പെട്ട് രക്തസാക്ഷിയായെങ്കിലും നന്നായേനെ എന്ന് അവർ കൊതിച്ചു കൊണ്ടിരിക്കുന്നു പറയുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലെ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അഷ്ഹദത ഫീ സബീലില്ലാഹ്. നമ്മൾ ചോദിക്കണം അള്ളാഹിനോട് അള്ളാഹിന്റെ മാർഗത്തില് രക്തസാക്ഷിത്വം വഹിക്കാൻ. ആത്മാർത്ഥമായ ചോദ്യമാണെങ്കിൽ, ആത്മാർത്ഥമായ ആഗ്രഹമാണെങ്കിൽ കിടപ്പിലായിട്ട് മരിച്ചാൽ പോലും ഒരു ഷഹീദിന്റെ പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരാൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹിന്റെ മാർഗത്തിലുള്ള ഷഹാദത്ത് കൊതിക്കുന്നു. എന്നിട്ട് അയാള് ഒന്നുമില്ല, കിടപ്പിലായിട്ടോ സാധാരണഗതിയിലുള്ള ഒരു മരണമാണ് അയാൾ അനുഭവിച്ചതെങ്കിൽ പോലും അവന് രക്തസാക്ഷി ആയി മരണപ്പെട്ട ആളുടെ പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലേ? അല്ലാഹു തആല നൽകുന്ന ആ ഒരു ഇത്. ഇപ്പം ഉഹദ് യുദ്ധത്തിൽ നമുക്കറിയാലോ 70 പേരാണ് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് 70 ആൾക്കാരാണ് രക്തസാക്ഷികളായത്. സുബ്ഹാനല്ലാഹ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തിലെ എന്തൊരു സുഖത്തിലായിരിക്കും കഴിയുന്നുണ്ടാകുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം അള്ളാഹ്ക്ക് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെ? അതുപോലെ വലിയ അലമല്ലാഹുല്ലദീന ആമനു. പിന്നെ അതുപോലെ വലമ്മായ ആലമില്ലാഹു പറയുന്നുണ്ട്, അല്ലെ? 142 ആയത്തില് അള്ളാഹ്ക്ക് അറിയാം, എല്ലാ കാര്യങ്ങളും അള്ളാഹ്ക്ക് അറിയാം. പക്ഷെ അത് എന്താ പറയാ, അതിനെ ഒന്നുകൂടി തെളിയിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ അതായത് പിന്നെ മറ്റുള്ളവർക്കും കൂടി കാണത്തക്ക വിധം അനുഭവത്തിലൂടെ വെളിപ്പെട്ട് കാണാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം പരീക്ഷണങ്ങൾ നേരിടുന്ന ഒരാളും ഒരു സത്യവിശ്വാസിയും എന്താക്കേണ്ടതില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹ്ക്ക് നമ്മൾ ഇഷ്ടമില്ലാത്തോണ്ടാ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് അല്ല, അല്ലെ? നമ്മള് കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? ഇപ്പം നിങ്ങൾ മുൻകഴിഞ്ഞ സമുദായങ്ങളിലൂടെ കടന്നു പോകാൻ പറഞ്ഞല്ലേ, അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ പരീക്ഷണങ്ങൾ നേരിട്ട ഒരുപാട് പ്രവാചകന്മാർ കടന്നുപോയിട്ടില്ലേ? എത്ര പ്രവാചകന്മാരാണല്ലേ പരീക്ഷിക്കപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്. ചില്ലറ പരീക്ഷണങ്ങളാ. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചത് നമ്മുടെ നബിയാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയ ഓരോ നിമിഷങ്ങൾ സുബ്ഹാനല്ലാഹ്.
അത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണല്ലേ അള്ളാന്റെ റസൂലിന് അവസാന സമയത്ത് പനി വന്നപ്പോ ആ പനീന്റെ ചൂട് ഇങ്ങനെ തൊടുമ്പോ സഹാബാക്കൾക്ക് ഇങ്ങനെ തൊടാൻ പോലും കഴിയാത്ത അത്ര ചൂട്. എന്നിട്ട് അവര് ചോദിക്കുന്ന റസൂലിനോട് എന്താ ഇത്ര അല്ലെ ഇത്ര അധികം പനി? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പറഞ്ഞറിയോ? പരീക്ഷണങ്ങളും നമുക്ക് കൂടുതലാണ്, അതുപോലെ തന്നെ പ്രതിഫലവും. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂല് എല്ലാ പ്രവാചകന്മാരെക്കാളും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് നമ്മുടെ നബിയാണെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെയാണ് അല്ലാഹു തആല ഏറ്റവും ആദ്യം സ്വർഗത്തിൽ കടക്കാനുള്ള സൗഭാഗ്യം നൽകിയത്. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കില്ലേ, എത്ര എത്ര പ്രവാചകന്മാരെ കടന്നു പോയിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് സൂറത്തുൽ ബഖറയിൽ നമ്മൾ കുറേ മനസ്സിലാക്കിയല്ലേ. ഇബ്രാഹിം നബീന്റെ പരീക്ഷണങ്ങൾ, ത്യാഗങ്ങൾ. സുബ്ഹാനല്ലാഹ്. എന്നാ അവരെക്കാളെല്ലാം പരീക്ഷിക്കപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് പരലോകത്ത് ഏറ്റവും ആദ്യം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്, ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിലെ ഏറ്റവും വസീല ഫദീല ഹൗദുൽ കൗസർ അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇതൊന്നും ആർക്കും കൊടുക്കാതെ അല്ലാഹു തആല മാറ്റി വെച്ചത്. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോ നമ്മൾ എന്തിനാ തളരുന്നത് അല്ലേ? നമ്മൾ എന്തിനാ പതറിപ്പോകുന്നത്? നമ്മൾ എന്തിനാ പിന്നോട്ട് പോകുന്നത്? നമ്മൾ എന്തിനാ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അൽഹംദുലില്ലാ, അള്ളാന്റെ റസൂലിന്റെ കൂടെ നമുക്ക് പോണ്ടേ? ആദ്യം 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 സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടണ്ടേ? അല്ലാഹു തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നാളെ അല്ല ആ ഹൗലുൽ കൗസറിന്ന് വെള്ളം കുടിക്കുന്ന ആ കാര്യങ്ങൾ വെറുതെ അതിൽ നിന്ന് ഇങ്ങനെ സ്വപ്നം കാണണം കേട്ടോ. വെറുതെ നമ്മളെ കണ്ണുകൾ സ്വപ്നം കാണണമെന്ന് വെച്ചാൽ നമ്മൾ ഉറക്കത്തെ സ്വപ്നം കാണുന്നത് നമ്മളെ നിയന്ത്രണത്തിൽ പെട്ടതല്ല. അങ്ങനെ അല്ലാതെ നമ്മളൊരു പകൽക്കിനാവുകൾ കാണൂലേ? നമ്മൾ പലപ്പോഴും പകൽക്കിനാവുകൾ കാണുന്നത് ദുനിയാവിന്റെ കാര്യങ്ങളിലായിരിക്കും. നമുക്ക് നല്ല വലിയ കൊട്ടാര സമാനമായ വീടുണ്ടാകുന്നതും അതിൽ നമ്മൾ കഴിയുന്നതും നല്ല ആഡംബരമായ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതും അല്ലെ, ഒരുപാട് നല്ല മനോഹരമായ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും അതൊക്കെ നമ്മളിങ്ങനെ വെറുതെ കാണൂലേ? ചെറുപ്പത്തില് വെറുതെ അങ്ങനെ ഇങ്ങനെ എന്തെല്ലോ കാണലുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ കാണാറുള്ളത് ഈ സ്വർഗത്തിലെത്തിയാലുള്ള അവസ്ഥകളെയാണ്. സുബ്ഹാനല്ലാഹ്. ഭയങ്കര ആഗ്രഹം ആ സ്വർഗം ഒന്ന് കാണാൻ അല്ലെ. സ്വർഗത്തിലെത്തിയാൽ എന്തെല്ലാം ആസ്വദിക്കാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഹൗലുൽ കൗസർ, അതിലെ വെള്ളം, അതിലെ കോപ്പകൾ അല്ലെ, അതിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കോരി കോരി തരുന്ന നമ്മളിൽ ഇങ്ങനെ കുടിക്കുന്ന എന്ത് രസിക്കൂലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതിൽ നിന്ന് തടയപ്പെടുന്ന ഒരു അവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അങ്ങനെ ഒരു അവസ്ഥ വന്നാലുള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കില്ലേ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, പക്ഷെ ഒക്കെ അള്ളാന്റെ റസൂൽ പറയാത്ത, പഠിപ്പിച്ചു തരാത്ത, ദീനിൽ കാണിച്ചു തരാത്ത കുറെ ബിദാത്തായ പുത്തനാചാരങ്ങൾ കൊണ്ടുവന്നിട്ട് അതൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ട് നല്ലതല്ലേ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് ഈ ഒരു സൗഭാഗ്യം അവിടുന്ന് തടയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായാലുള്ള ആ ഒരു കാര്യം, ആ ഒരു സീൻ ഒന്ന് കണ്ടു നോക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീനല്ലേ. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ നല്ല അടിമകൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന നല്ല മുഅ്മിനീങ്ങൾ, നല്ല വിശ്വാസികളാണെങ്കിൽ അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് പരീക്ഷണം എന്തായാലും ഉണ്ടാവും. പണ്ട് എന്റെ ഇത്താത്ത ഇങ്ങനെ പറയലുണ്ട്. ഇത്താത്തനോട് നമ്മളെ വീട്ടിലപ്പുറത്ത് ഒരാൾ പറഞ്ഞതുപോലും അധികം നല്ല ആളാകണ്ട, വേഗം ഇരിക്കൂ. എന്താ വെച്ചാല് എന്ന് പറഞ്ഞാല് അവരുടെ ഒരാളുണ്ടായിരുന്നു, ഭയങ്കര നല്ല മനുഷ്യനാ. അവർ പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടപ്പോ പിന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അത് ചെറിയ ബുദ്ധിയിൽ ഇങ്ങനെ ഒരു ഇതിൽ പറഞ്ഞതാണ്. വെച്ചാല് നമ്മൾ നല്ല ആളാവുമ്പോ നല്ലതാകുമ്പോ, അതായത് അള്ളാഹുവിന്റെ യഥാർത്ഥ വിശ്വാസികളായി നമ്മളുടെ ഈമാൻ എത്രത്തോളം ദറജ ഉയരുന്നുവോ അതിനനുസരിച്ച് പരീക്ഷണങ്ങളുടെ ദർജ ഉയരും എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പരീക്ഷണങ്ങളുടെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ വിചാരിക്കും എനിക്ക് എപ്പോഴും ഇങ്ങനെയല്ലേ, ഞാനെന്ത് ഇത്രയധികം കഷ്ടപ്പെടുന്നത്, ഞാനെന്ത് ഇങ്ങനെയെല്ലാം പരീക്ഷിക്കപ്പെടുന്നത്, ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ട ആവശ്യം എന്താ? ഇങ്ങനെയൊന്നും ആരും ചിന്തിച്ചു പോകരുത് കേട്ടോ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ റബ്ബേ, ഇങ്ങനെയൊന്നും അള്ളാഹിനോട് ചോദിച്ചേക്കരുത്.
അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാന്റെ അല്ല അള്ളാന്റെ റസൂലിന് എത്ര പരീക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എത്ര പരീക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അയ്യൂബ് നബി അലൈഹി സ്വലാമിന് എത്ര പരീക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, യൂസുഫ് നബി അലൈഹി സ്വലാമിന് എത്ര പരീക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, പിന്നെ നമുക്കെന്താ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നതിന് അല്ലെ? നമ്മൾക്കെന്താ കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്? കാരണം അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, അല്ലെ? ഞാൻ വെറുതെ അങ്ങനെ സ്വർഗത്തിൽ പോവാന്ന് വിചാരിക്കുന്നുണ്ടായില്ല. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് വന്ന അങ്ങനെയുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ട് സ്വർഗത്തിൽ വേഗം പോകാം. നമുക്കെന്തായാലും സ്വർഗത്തിൽ വേഗം പോണല്ലോ, അല്ലെ? പിന്നെ ഈ ദുനിയാവിലെ കുറെ കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങൾ നമ്മളെന്നെ വലിയ കാര്യമാക്കുന്നല്ലേ? അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള പ്രയാസങ്ങൾ നമുക്കത് ക്ഷമയോടെ നേരിടാൻ കഴിയണം. റിളാബിൽ ഖദ. ഞാൻ നസീറാനോട് പറയണമെന്ന് വിചാരിച്ചിന്. അന്നേരം കുറെ മുമ്പ് എടുത്തൊരു ക്ലാസ് ഉണ്ട്, റിളാബിൽ ഖദ എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ആ പോയിന്റ്സ് നോട്ട് ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ആ ക്ലാസ് എടുക്കണം നസീറ, ഇൻഷാ അല്ലാഹ്. കുറേ ആൾക്കാർ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകളുണ്ട്, അവർക്കൊക്കെ കേൾക്കാൻ ചിലപ്പോൾ റെക്കോർഡിംഗ് ഉണ്ടാവായിരിക്കും, എന്നാലും സാരമില്ല. ഒന്നും കൂടി ലൈവായിട്ട് തന്നെ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുക്കണം. ഇൻഷാല്ലാ ഇൻഷാല്ലാ. ഒരുപാട് ഞാൻ അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ എപ്പോഴും ഓർമ്മയുണ്ട്. മാഷാ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിലേക്ക് അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണത്. സുബ്ഹാനല്ലാഹ്. പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും എല്ലാം പറഞ്ഞു തന്നെ പറയുമ്പോൾ ഒരുപാട് പിന്നെയും അതില് ബെനിഫിറ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എത്തിക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും കേൾക്കുമ്പോ പറയുന്ന കാര്യങ്ങൾ അത് കേൾക്കുമ്പോ ജീവിതത്തിൽ പകർത്തണം എന്നുള്ള ഒരു നല്ലൊരു നിയത്ത്, അല്ലെ? സ്ട്രോങ് ആയ നിയത്ത് വെക്കാൻ, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ, സബാത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എന്റെ ദീനിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ. ആ ഉറപ്പ്, അല്ലെ, ഇസ്തിഖാമത്ത് അള്ളാഹു എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പം പരീക്ഷണങ്ങള് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ വിശ്വാസികൾ ആരാണ്, അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവരാരാണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല പരീക്ഷണങ്ങൾ തന്നിട്ടുള്ളത്. അള്ളാഹു നമ്മളെ വെറുതെ സൃഷ്ടിച്ചതല്ല, അല്ലെ? അള്ളാഹു നമ്മളെ വെറുതെ സൃഷ്ടിച്ചതല്ല. വലിയുമഹ്ഹിസ അല്ലാഹു അല്ലദീന ആമനു വയംഹഖൽ കാഫിരീൻ. വിശ്വാസികളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ, അല്ലെ, ശുദ്ധിയാക്കി എടുക്കാൻ, ഇങ്ങനെ തെളിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സംസ്കരിച്ചില്ലേ. ഇപ്പോ അതിൽന്ന് ഇങ്ങനെ നെല്ലും പതിരും വേർതിരിക്കുന്ന പറയില്ലേ, അതുപോലെ സോട്ട് റൈസ് ഇല്ലേ, സോട്ട് ചെയ്യാൻ, അല്ലെ? കല്ലും കറവലും അതൊന്നും ഇല്ലാതെ നല്ല പ്യോർ റൈസാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഇങ്ങനെ ശുദ്ധിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയോ ഇല്ലാതാക്കാൻ, വയംഹഖൽ കാഫിരീൻ, സത്യനിഷേധികളെ മാറ്റി നിർത്താൻ, ഇല്ലാതാക്കാൻ. സുബ്ഹാനല്ലാഹ്. പരീക്ഷണങ്ങള് നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് എന്താ അറിയോ? പിന്നെ ഏറ്റവും എന്താ മനുഷ്യനെ ഏറ്റവും നല്ല രീതിയിലാണ് അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെ? അവിടെ അള്ളാഹു താല മനുഷ്യന്റെ ഹൃദയം, ഈ ഹൃദയം എന്ന് പറയുന്നത് ഈമാൻ, തൗഹീദ്, ഇഖ്ലാസ്, ഹുബ്ബ്, ഹയാ, ഇക്റാം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റുന്ന പറയുന്നത് എന്ത്? ഹൃദയം. മനുഷ്യന്റെ ഹൃദയം ഈമാൻ ഉണ്ടാകണം, യഥാർത്ഥ തൗഹീദ് ഉൾക്കൊള്ളാൻ കഴിയണം, ഇഖ്ലാസോട് കൂടിയാകണം, അല്ലെ? അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാകണം, ഹയാ ഉണ്ടാകണം, ആദരവ് ഉണ്ടാകണം, എല്ലാ ദിക്റും നമ്മളിൽ ഒരുമിക്കണം. ഒരു മിനിറ്റ്.
അപ്പം ഈ പറഞ്ഞ എല്ലാം ഉൾക്കൊള്ളണം നമ്മളെ ഹൃദയത്തിൽ. അങ്ങനെ പരിപൂർണ മനസ്സോടെ റബ്ബിലേക്ക് മുന്നിട്ട് ചെല്ലുമ്പോഴാണ് എന്താകുന്നത്, നമ്മളെ അള്ളാഹു തആലയെ പൂർണ്ണമായും സ്വീകരിക്കുന്നത്, പൂർണ്ണമായ പ്രതിഫലം നൽകുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ കാണാനും, അല്ലെ, അള്ളാഹിന്റെ തൃപ്തി നേടിയിട്ട് ആ സ്വർഗത്തില് അള്ളാഹുവിന്റെ അടുത്ത് തന്നെ കഴിയാനും ഒക്കെ സാധിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പോ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കും, നമ്മളെ ഇച്ഛകൾ, ശരീരത്തിന്റെ ഇച്ഛകൾ, അല്ലെ, ഹവ, ദേഷ്യം, അശ്രദ്ധ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു തആല എന്താക്കും, പരീക്ഷിക്കും. മാത്രമല്ല വേറൊരാളും കൂടി ഉണ്ട്, അല്ലെ, വേർപിരിയാത്തൊരു ശത്രു ഉണ്ട് നമ്മളെ കൂടെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അല്ലെ. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദറൂൻ. എപ്പോഴും പ്രാർത്ഥിച്ചോ, റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദറൂൻ. ഇബ്ലീസിന്റെ ആ ശത്രുവിന്റെ ആ ഇതിൽ നിന്ന് അള്ളാഹുവെ, അല്ലെ, ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ഈ ശത്രു ഉണ്ടല്ലോ, ഈ ശത്രു അവന്റെ അതായത് മനസ്സ് ആഗ്രഹിക്കുന്ന പല വഴികളിലൂടെയും അവനിലേക്ക് കടന്നു ചെല്ലുമെന്ന് പറയുന്നു. അങ്ങനെ ഈ നമ്മളെ ദേഹേച്ഛ ദേഹേച്ഛയും ഈ ഇബ്ലീസും കൂടി തമ്മിൽ എന്തുണ്ടാക്കും, ഒരു കോൺട്രാക്ട് ഉണ്ടാക്കും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമുക്കെതിരെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങും. ആര്? നമ്മളെ നഫ്സന്നെ നമുക്കെതിരെ എന്താകും, പ്രവർത്തിക്കുന്നൊരവസ്ഥ വരും. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ. അല്ലെ, നമ്മളെ മനസ്സ്, നമ്മളെ ദേഹേച്ഛ, ശത്രു ഇബ്ലീസ്, ഇവരെല്ലാം കൂടി ഒറ്റക്കെട്ടായാൽ നമ്മൾ തോറ്റുപോകൂലേ, അല്ലേ? ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. കാരണം ഇവര് മൂന്നാളും കൂടി ഒന്നിച്ചു നിന്നാൽ പിന്നെ നമ്മളെ ഈ ശരീരം അതെന്താവും, ഇവർക്ക് കീഴടങ്ങും. അപ്പോ പിന്നെന്താ അവസ്ഥ? അവരെന്താണോ പറയുന്നത് അങ്ങോട്ടേക്ക് പോകൂലേ. അവരെങ്ങോട്ടേക്കാണോ നമ്മൾ ചലിപ്പിക്കുന്നത് ആ രീതിയിലേക്ക് അവസ്ഥ എത്തുന്നതിനെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, കെയർ ചെയ്യണം, ജാഗ്രത പാലിക്കണം. അപ്പോ ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ ആകാതിരിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം, അള്ളാഹു സുബ്ഹാനഹു വ തആല, അല്ലെ, കാരുണ്യവാനായ, കരുണാനിധിയായ റഹ്മാനായ റബ്ബിന്റെ ആ റഹ്മത്ത് അതുണ്ടാകണം നമുക്ക്, അല്ലേ. കാരണം ആ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ ഒരു സൈന്യം അള്ളാഹു തആലയുടെ ഭാഗത്തു നിന്ന് നമ്മളിലേക്ക് അള്ളാഹു തആല നിയോഗിക്കും. എന്തിന്? നമ്മളുടെ നാശം കൊതിക്കുന്ന എതിരാളികളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, അല്ലെ. അള്ളാഹു തആല പിൻബലം നൽകും, പ്രതിരോധിക്കും. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പരിശുദ്ധ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹുവിന്റെ റസൂലിനെയും ഈ പരിശുദ്ധ ഖുർആനിനെയും നമുക്ക് നൽകിയത്. സുബ്ഹാനല്ലാഹ്. നമ്മളെ ശത്രുവായ ഒരു കരീൻ, അല്ലെ, നമ്മളെ കൂടെ ഉണ്ടാവും. ഇബ്ലീസിന്റെ ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചിന്റെ ഒന്ന്. എന്നാ ഒരു മലക്കും ഉണ്ട് നമ്മളെ കൂടെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് ഈ മലക്കിന്റെ കൂടെ നിക്കോ, ഈ പിശാചിന്റെ കൂടെ നിക്കോ? നമ്മളെ ആരെയാ നമ്മൾ ഏറ്റവും കൂട്ടുകാരനായി എടുക്കേണ്ടത്? നമ്മൾ ആ മാന്യനായ മലക്കാകണം നമ്മളെ ഏറ്റവും ഉറ്റ കൂട്ടുകാരൻ. നമ്മളെ മനസ്സ് രണ്ട് രീതിയിൽ കൽപ്പിക്കും, അല്ലെ. തിന്മ കൽപ്പിക്കും, നന്മ കൽപ്പിക്കും. നഫ്സുൻ അമ്മാറ, അല്ലെ, തിന്മ കൊണ്ട് കൽപ്പിക്കുന്ന മനസ്സുണ്ട്. എന്നാ നഫ്സുൻ മുത്മഇന്ന ഉണ്ട്, അല്ലെ, സമാധാനം അടിഞ്ഞ, അള്ളാഹു തആല കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന നല്ല മനസ്സുണ്ട്. അപ്പം നമ്മള് നന്മയും തിന്മയും നമ്മളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഇതെല്ലാം പരീക്ഷണാണ്. അതാ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്ന പരീക്ഷണം എന്ന് പറയുമ്പോ ഭയങ്കര രോഗങ്ങള്, അതെല്ലാം പരീക്ഷണം തന്നെ. കുറെ പട്ടിണി, കഷ്ടപ്പാട്, അപകടങ്ങള്, ദുരന്തങ്ങള്, അതെല്ലാം പരീക്ഷണം തന്നെ. പക്ഷെ ശരിക്കുള്ള പരീക്ഷണം നമ്മളെ ദീനിൽ വരുന്ന പരീക്ഷണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ദീനിൽ നമുക്കൊരു പരീക്ഷണം വരുമ്പോ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? ഇപ്പൊ രോഗം വന്നാൽ നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും എല്ലാം നമ്മൾ തയ്യാറാണ്, അല്ലെ. അല്ലാഹു എല്ലാ രോഗങ്ങളെ തൊട്ടും മാറാ രോഗങ്ങളെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.
അതെല്ലാം ഉണ്ട് അല്ലേ? പക്ഷെ ഇപ്പൊ നമ്മളെ മുമ്പിൽ ഒരു കാര്യം വരുന്നു, രണ്ടും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടും സെലക്ട് ചെയ്യാം, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത്, അതായിരിക്കും നമ്മളെ കൂട്ടുകാരൻ. സുബ്ഹാനല്ലാഹ് അല്ലേ? അപ്പൊ എന്താ, ചെറിയ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം അല്ലെ, ഒരു മ്യൂസിക്, ഒരു പിന്നെ അതില്ലാത്തൊരു കാര്യം. ഇതിൽ നമ്മൾ ഏതിലേക്ക് പോകുന്നു? ഹറാമിയത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവും. അങ്ങനെ അങ്ങനെ ഓരോ വിഷയങ്ങൾ എടുക്കാം, ഓരോ കാര്യങ്ങൾ എടുക്കുക, നോക്കാം. നമ്മളെ മനസ്സ് ശരിക്കും, നമ്മളെ ശുദ്ധ പ്രകൃതി നമ്മൾ തിന്മയിൽ നിന്ന് നമ്മളെ വിലക്കും. പക്ഷെ നമ്മൾ ദേഹേച്ഛ എന്ന് പറയുന്നത്, നമ്മളെ പിശാചിന്റെ അടിമയായ ദേഹേച്ഛ നമ്മളെ ശത്രുവായി മാറിക്കഴിഞ്ഞാൽ അവൻ നമ്മളെ എന്താക്കും? നന്മയിൽ നിന്ന് നമ്മളെ വിലക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ പിശാചിനനുസരിക്കുന്ന ഒരു നഫ്സായിട്ട് നമ്മൾ മാറിപ്പോകാൻ പാടില്ല. നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് പിന്നെ ദേഹേച്ഛന്റെ വിളിക്ക് പിന്നാലെ പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്താക്കുക? അള്ളാഹുവിനോട് എപ്പോഴും രക്ഷ ചോദിച്ചു കൊണ്ടേയിരിക്കാം. ശരിക്കും ഒരാള് ഈ പറഞ്ഞ രീതിയില്, അതായത് പിന്നെ പറയുന്നത്, അള്ളാഹു താലാന്റെ ഇങ്ങനെയുള്ള ദേഹേച്ഛന്റെ കെണിയിൽ പെട്ട് കഴിഞ്ഞാല് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും മനസ്സ്, രക്ഷപ്പെടണം അല്ലെ, എന്തെങ്കിലും തിന്മകൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില അശ്ലീലതകൾ, അല്ലെങ്കിൽ അല്ലെ പലരും ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്, അല്ലെ എനിക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയുന്നില്ല, എനിക്ക് അത് മാറി നിൽക്കാൻ കഴിയുന്നില്ല, ശരിയാകണം വിചാരിക്കുന്നത്, നന്നാവണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നല്ലാതെ എനിക്കത് ശരിയാകുന്നില്ല. ചില ആളുകൾക്കുണ്ടല്ലോ വരുന്ന പ്രശ്നം എന്താ അറിയോ? അവിഹിത ബന്ധങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര പ്രശ്നാന്നത്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നാന്നത്. മാറി നിൽക്കാൻ ഭയങ്കര പ്രയാസം. ഒരു കുടുംബ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ള ഒരു ജീവിതം എന്ന് വിചാരിച്ചോ. ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര പിന്നെ കെയറിങ് ഒന്നും കിട്ടുന്നില്ല, കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നെല്ലാം പിന്നെ എതിർപ്പ്, ഇങ്ങനെ ഭയങ്കര കുത്തുവാക്കുകള്, അങ്ങനെ അനുഭവിക്കുന്ന ഒരാൾ ആശ്വാസമായിട്ട് പോകുന്നു. ആര്? ഒരു അന്യപുരുഷൻ ആശ്വാസ വാക്കുകളുമായിട്ട് ഒരാള് അവരുടെ അടുത്ത് എത്തുന്നു. അപ്പൊ ആദ്യം തുടക്കത്തിലൊന്നും ഒന്നും ഉണ്ടാവില്ല, എപ്പോഴെങ്കിലും കിട്ടുന്ന നല്ല നല്ല വാക്കുകൾ ഭയങ്കര ആശ്വാസമായിട്ട് അവർക്ക് തോന്നും, അല്ലെ? മരുഭൂമിയിൽ മഴ പെയ്ത പോലെ ആശ്വാസമായിരിക്കും. നമുക്കിങ്ങനെ പ്രയാസങ്ങളും പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ഒരു ആശ്വാസമായിട്ട് അത് ആര് വന്നാലും ഭയങ്കര സമാധാനമായിരിക്കൂലേ, അവരോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, ആണായാലും പെണ്ണായാലും. പക്ഷെ അത് ആണാവുമ്പോ, ഒരു പെണ്ണിന്റെ അടുത്ത് ഒരു ആണാവുമ്പോ, അല്ലെങ്കിൽ ഒരു ആണിന്റെ അടുത്ത് ഒരു പെണ്ണാകുമ്പോ അത് ആരാന്ന് ശരിക്കും? അത് ഇബ്ലീസാണ്, പിശാചാണ്. നമ്മളവിടെ കുറേ പിന്നെ നല്ല കുപ്പായ, അതായത് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായെന്ന് പറഞ്ഞ പോലെ നമ്മളെ മുമ്പില് കുറെ നല്ലത് കാണിക്കൂ, അതിൽ കുറെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും നമുക്കത് കുറെ പോസിറ്റീവായിട്ട് നമുക്ക് തോന്നും. അതിനെന്താ ഒരു വർത്താനം പറഞ്ഞു വെച്ചിട്ടില്ലേ, കുറച്ച് സമയം സംസാരിക്കുന്നില്ലുള്ളൂ, അതിലെന്താ കുഴപ്പമില്ലേ? അങ്ങനെ നമ്മൾ സംസാരിച്ചു തുടങ്ങും, അത് ഭയങ്കര നമുക്ക് ആശ്വാസമായിട്ട് മാറും. അപ്പം ആ സംസാരത്തിന്റെ അളവ് കൂടും, സമയം കൂടും, പിന്നെ ശൈലി മാറും. അപ്പോഴും നമ്മളോട് പറയും എന്താ, അത് നീ ഇപ്പുറത്ത് കുറേ വിഷമം അനുഭവിക്കുന്നോണ്ടല്ലേ അല്ലെ, നിനക്കൊരു ആശ്വാസം അള്ളാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയതായിരിക്കും ഇതിപ്പോ, അല്ലെങ്കിൽ നീ നിന്റെ ജീവിതം തന്നെ ചിലപ്പോൾ അവസാനിക്കാന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴല്ലേ ഇങ്ങനൊരു ആശ്വാസം നിനക്ക് കിട്ടിയത്. ഇങ്ങനെല്ലാം നമ്മളെ മനസ്സിൽ എന്താക്കും, ഒരാള് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. ആരാ പറയുന്നത്? നമ്മളെ ശത്രു. ശരിക്കും നമ്മളെ ശത്രുവാണ്, പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അത് നമ്മളെ മിത്രമാണെന്ന്, നമ്മൾ കൂടെ കൂട്ടേ നിന്നിട്ട്. അങ്ങനെ അനാവശ്യ സംസാരങ്ങളിൽ ഇങ്ങനെ മുഴുകി, അനാവശ്യ സംസാരം എന്താവും? അനാവശ്യമായ വർത്തമാനങ്ങളിലേക്ക് എത്തൂലേ, അനാവശ്യ വർത്തമാനത്തിലേക്ക്, പിന്നെ അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ. നോട്ടം പോലും അള്ളാഹു വിരോധിച്ച കാര്യമാണ്. അതിനെ പിന്നെന്താകും? വ്യഭിചാരത്തിലേക്ക് എത്തുന്ന ദുരന്തം. ഒരിക്കലും ആ ഒരു തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അത് നമ്മളുടെ എന്താ പറയാ, ശരീരത്തിനെയും മനസ്സിനെയും എല്ലാം കാർന്നു തിന്നുന്ന ഒരു ക്യാൻസർ പോലെ അത് ബാധിച്ചിട്ടുണ്ടാവും, ഒരു അഡിക്ഷൻ.
ഈ ലഹരി ഉണ്ടാവില്ല, മയക്കുമരുന്നേക്കാളും എല്ലാത്തിനേക്കാളും വലിയൊരു അഡിക്ഷനാണിത്. പല കുടുംബങ്ങളും തകരുന്നത് ഈ ഒരു വിഷയത്തിലാണ്. പല സ്ത്രീകളും അല്ലെങ്കിൽ പല പുരുഷന്മാരും പെട്ടുപോകുന്നത് ഈ ഒരു കെണിയിലാണ്. എത്ര സ്ട്രോങ് ആയ ഈമാനുള്ള ആളുകളും ഈ ഒരു കെണിയിൽ പെട്ടുപോകുന്ന പറയുന്നു. സൂക്ഷിച്ചോ, ശ്രദ്ധിച്ചോ, കാരണം ഇത് ഇബിലീസിന്റെ കെണിയാണ്. നമ്മളെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ആ ഭർത്താവ് അല്ലെ, നമ്മളിപ്പോ സ്ത്രീകളാണല്ലോ ഇത് കേൾക്കുന്നത്. ഇപ്പൊ നിങ്ങളെ ഭർത്താക്കന്മാരുടെ ഇടയിൽ, നിങ്ങളെ ഭർത്താക്കന്മാരിൽ നിങ്ങൾ കുറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ അത് ഇബ്ലീസിന്റെ കളിയാന്ന് ശരിക്കും പറഞ്ഞാല്. പിശാച നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതാണ്. അവരെ നമ്മൾ ശത്രുവായി കാണണ്ട. നമ്മൾ ശത്രുവായി കാണേണ്ടത് ഇബ്ലീസിനെ ശത്രുവായി കാണും. അള്ളാഹുൽ രക്ഷ തേടിക്കൊണ്ടേയിരിക്കാം. എന്ത് വന്നാലും വഴി തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ആകാൻ പാടില്ല. സ്ട്രോങ് ആയിട്ട് നിൽക്കാം. ആരൊക്കെ എന്തൊക്കെ നമ്മളെ തളർത്തിയിട്ടാലും, ആരൊക്കെ നമ്മളെ ഒഴിവാക്കിയാലും അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എന്താക്കണം? പിടിച്ചു നിൽക്കണം. നമ്മളെ ഈമാൻ നമ്മൾ സ്ട്രോങ് ആക്കണം. കാരണം ഇത്തരത്തിലുള്ള കെണിയിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് രക്ഷപ്പെടാൻ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ പറയുന്ന എന്താ അറിയോ? എപ്പോഴും വിചാരിക്കും ഒഴിവാക്കണം ഒഴിവാക്കണം ഒഴിവാക്കണം, എന്നിട്ട് തീരുമാനം എടുക്കും, എന്നിട്ട് കുറച്ചു ദിവസം മാറി നിൽക്കും, പക്ഷെ വീണ്ടും അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ഒന്നും കൂടി തുടങ്ങും. ഇങ്ങനെ മാറി നിൽക്കണമെന്ന് വിചാരിക്കുന്നല്ലാതെ അതിൽ നിന്ന് മാറാൻ കഴിയാത്ത വല്ലാത്തൊരു ദുരന്തത്തിലേക്ക് അവർ പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെ അഡിക്ഷനിൽ ആരെങ്കിലും, ഞാനിപ്പോ പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കുന്നവരിൽ ആരെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും തിന്മയിൽ ചെറിയ രൂപത്തിലെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇന്നെ ഇപ്പൊ തന്നെ അത് കട്ട് ചെയ്യുക പൂർണ്ണമായിട്ടും. അങ്ങനെയുള്ള എന്തെങ്കിലും ബന്ധം ആരെങ്കിലും ആയിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മൊബൈലിൽ നിന്ന് ആ നമ്പർ ഇപ്പൊ തന്നെ ഡിലീറ്റ് ആക്കണം. ഡിലീറ്റ് ആക്കുന്നതിന് മുമ്പ് അത് ബ്ലോക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കണം. അനുഭവങ്ങൾ കൊണ്ട് പറയുന്നതാണ്, ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് പറയുന്നതാണ്. ആ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്ക്. ഇല്ലെങ്കിൽ വിളിക്കൂ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് കാണൂ, അല്ലെ? സ്റ്റാറ്റസ് കണ്ടിട്ട് എന്നിട്ട് അതിന് കമന്റ് വരും. നമ്മളെത്ര വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ മാറി നിൽക്കുന്ന വിചാരിച്ചു. നമ്മൾ നല്ല ഈമാനെല്ലാം വന്നിട്ട് വേണ്ടാന്ന് വെച്ച് തീരുമാനം എടുത്തെന്ന് വിചാരിച്ചോ. പക്ഷെ ചില സമയത്ത് നമുക്ക് എന്തുണ്ടാകും? ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ജീവിതം ഉണ്ടാവും, അല്ലെ? എത്ര നല്ല ഭർത്താക്കന്മാരായാലും പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അത് ജീവിതം, ഈ ദുനിയാവിലെ ജീവിതം അങ്ങനെയാന്ന്, അല്ലെ? അങ്ങനെയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. നമ്മളൊരിക്കലും പിശാചിന്റെ കെണിയിൽ പെട്ടുപോകാൻ പാടില്ല, വഴി തെറ്റിപ്പോകാൻ പാടില്ല. ആരെങ്കിലും റൂട്ട് തെറ്റി പോയിട്ടുണ്ടെങ്കിൽ, വഴി തെറ്റി, അല്ലെ, നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പോകേണ്ട, നമ്മളെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്നും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, വഴുതി വീണ് പോയിട്ടുണ്ടെങ്കിൽ, കാലിടറി പോയിട്ടുണ്ടെങ്കിൽ, മനസ്സ് പതറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് അവസരമുണ്ട്. ഈ നിമിഷം മാറ്റണം പൂർണ്ണമായിട്ടും. അവരെന്താ വിചാരിക്കുക, അവരോട് എന്താ പറയാ, ഒന്നും വിചാരിക്കണ്ട, ആരെയും വിചാരിക്കണ്ട. അള്ളാനെ മാത്രം വിചാരിച്ചോ. നമ്മളെ മുമ്പിലുള്ള സ്വർഗത്തെ കണ്ടാ മതി. കാരണം അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗം മാത്രം മുമ്പിൽ കണ്ടോ. ദേഹേച്ഛകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്, അല്ലെ? ദേഹേച്ഛ നമ്മളെ ഇബ്ലീസിന് വഴിപ്പെട്ടിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മളുടെ സ്ഥാനം നരകമായിരിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. നമ്മൾ വിചാരിക്കേണ്ട ഈ ദുനിയാവിൽ കിട്ടുന്ന ചില ആശ്വാസ വാക്കുകൾ, സാന്ത്വന വചനങ്ങളിലെ ഭയങ്കരമായിട്ട് നമ്മളെ തിന്മകളിലേക്ക് കൊണ്ടെത്തിക്കുക. നമ്മളെ മനസ്സ് പറയും, അതിനെന്താ കുഴപ്പം, അതൊന്നും പ്രശ്നമില്ല, അല്ലെ? പല ബന്ധങ്ങളും അങ്ങനെയാണ് എത്തിപ്പെടുന്നത് അവിഹിതങ്ങളിലേക്ക്. തുടക്കത്തിൽ ചിലപ്പം ഒഫീഷ്യലായിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഇടപെടലുകളായിരിക്കും. ഇപ്പൊ നമ്മൾ ചോദിക്കാം, എനിക്ക് നല്ല ഈമാൻ ഉണ്ടല്ലോ, നമ്മൾ സ്ട്രോങ് ആയിരിക്കും, ഞാൻ അങ്ങനെ ഒന്നും പെട്ടുപോകൂല, അല്ലെ? ഞാൻ ഖുർആൻ പഠിക്കുന്ന ആളല്ലേ. അപ്പുറത്തുള്ള ആൾ ചിലപ്പോ അങ്ങനെ തന്നെയുള്ള ഫീൽഡിലുള്ള ആളായിരിക്കും, നല്ല ഖുർആനും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ ഒരിക്കലും ഒരു ആണും ഒരു പെണ്ണും വരെ തനിച്ചാകാൻ പാടില്ലെന്ന്. ഒരു അന്യ സ്ത്രീ, ഒരു പുരുഷൻ തനിച്ചാകാൻ പാടില്ല. അത് ഒരു റൂമിനുള്ളിൽ ഒറ്റക്കാകണ്ട. ഇപ്പോ ഒരു മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ, ഒരു വാട്സാപ്പിൽ, ഒരു ചാറ്റ് ബോക്സിൽ ഒറ്റക്കായാൽ മതി. ഇബ്ലീസ് വരും, ഉറപ്പായിട്ടും വരും. അത് അല്ലാണ്ട് റസൂൽ പറഞ്ഞ കാര്യമാണ്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം തഖ്വയാണ്.
അല്ലെ? നമ്മള് മതപരമായ ഇൽമിന്റെ വിഷയത്തിലാണ് ഇടപെടുന്നതെങ്കിൽ പോലും തനിച്ചുള്ള ഒറ്റക്കുള്ള സംസാരങ്ങൾ, ഇടപെടലുകൾ നമ്മൾ എന്താക്കണം? ഒഴിവാക്കണം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അപ്പോ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ, അതൊരു തരത്തിലുള്ള പരീക്ഷണം. പിന്നെ പറയുന്ന പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ശത്രുക്കളെ കൊണ്ട് അല്ലെ, ഇപ്പൊ യുദ്ധം, ഇസ്ലാമിലെ യുദ്ധം, കാര്യങ്ങൾ, അവിടെയും അള്ളാഹു താല സഹായിച്ചിട്ടുണ്ട് അല്ലെ വിശ്വാസികളെ. സുബ്ഹാനല്ലാഹ്, ബദറിൽ അള്ളാഹു താല അല്ലെ എത്ര വലിയ ശത്രു, പക്ഷെ അള്ളാഹു താല സഹായിച്ചില്ലേ? സൈന്യങ്ങളെ അള്ളാഹു താല നിയോഗിച്ചിട്ട് സഹായിച്ചിട്ടുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ അവിടെയും നമ്മൾ പോരാടണം, പ്രതിരോധിക്കണം, മരണം വരെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ എന്താകണം? ധീര രക്തസാക്ഷിത്വം വഹിക്കുന്ന ആളുകളാകണം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ പറയാ? ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. നീ ക്ഷമിക്ക്, എന്ത് പ്രയാസം ബുദ്ധിമുട്ട് വന്നാലും ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയ ദൈവദൂതന്മാർ അല്ലെ, പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നീയും ക്ഷമിക്ക്. വലാ തസ്തഅജിൽ ലഹും. സത്യനിഷേധികളുടെ കാര്യത്തിൽ നീ എന്താക്കണ്ട? ധൃതി കാണിക്കണ്ട. കഅന്നഹും യൗമ യറൗനഹാ മാ യുഅദൂൻ. അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ശിക്ഷ, താക്കീത് അവർക്ക് നൽകപ്പെടുന്നത് നീ നേരിൽ കാണുന്ന ദിവസം. ലൻ യൽബസു ഇല്ലാ സഅതൻ മിൻ നഹാർ. എന്താ പറയുന്നറിയോ? അങ്ങനെ കാണുന്ന ദിവസം നിനക്ക് തോന്നും എന്ത്? ഈ ദുനിയാവില് പകലില് ഒരല്പസമയം മാത്രമേ ഈ ദുനിയാവില് ജീവിച്ചിട്ടുള്ളൂ എന്ന് ആ ഒരു തോന്നൽ അവർക്ക് ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തോന്നുന്ന പറയും അല്ലേ? ബലാഉൻ ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ. ഇതൊരു ഉത്ബോധനമാകുന്നു, എന്നാൽ ധിക്കാരികളായ ജനങ്ങളല്ലാതെ നശിപ്പിക്കപ്പെടുമോ? അപ്പം അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിന് മുന്നേ നമ്മൾ തയ്യാറാകണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ സ്വർഗത്തിന് വേണ്ടിയിട്ട്. നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് ഒരുപാട് പാഠം നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് പ്രവർത്തിക്കുക. നമ്മളുടെ ഈ ഒരു ജീവിതം അല്ലെ, ഈ ദുനിയാവിലെ നശിക്കുന്ന ഈ ജീവിതം നാശമില്ലാത്ത ശാശ്വതമായ സന്തോഷത്തിന്റെ, സൗഭാഗ്യത്തിന്റെ, അനുഗ്രഹത്തിന്റെ ആ ലോകത്തേക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടെയുള്ള ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ നിസ്സാരം അല്ലെ, വളരെ തുച്ഛമായ നിസ്സാരമായ വിഹിതത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും എന്താക്കാൻ പാടില്ല? നമ്മൾ പരലോകം നഷ്ടപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ തൃപ്തിയെയും പരലോകത്തെയുമാണ് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹു ഈ ദുനിയാവിൽ കിട്ടേണ്ടതെല്ലാം കൊടുക്കും എന്നാ പറയുന്നു. ഈ ദുനിയാവിൽ അള്ള പൂർത്തിയാക്കി കൊടുക്കും. ഈ ദുനിയാവിൽ അള്ള പൂർത്തിയാക്കി കൊടുക്കും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ദുനിയാവ് ആഗ്രഹിക്കാൻ പാടില്ല. പരലോകത്തിന് പകരം ഇഹലോകത്തെ വിൽക്കാനാ പറഞ്ഞത്. പരലോകത്തിന് പകരം, അല്ലാതെ ഇഹലോകത്ത് ദുനിയാവ്, പരലോകം കൊടുത്തിട്ട് ദുനിയാവ് വാങ്ങരുത്. പരലോകം വിറ്റിട്ട് ദുനിയാവ് നേടുന്ന ഒരവസ്ഥ ആകാൻ പാടില്ല. ദുനിയാവ് കൊടുത്തിട്ട് നമ്മൾ എന്താക്കാ? പരലോകം നേടാണ്. അങ്ങനെ ആകുമ്പോണ്ടല്ലോ നമുക്ക് രണ്ട് ലോകത്തിൽ ലാഭം. ദുനിയാവിലെ ലാഭാന്ന്, ആഖിറത്തിൽ ലാഭം. അതല്ലെങ്കിലോ നഷ്ടം. രണ്ട് ലോകത്തും നഷ്ടം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. സലഫുകളിൽ ചിലർ പറഞ്ഞ ഒരു ഉദ്ധരണി ഞാൻ വായിക്കാം. മനുഷ്യപുത്ര, ദുനിയാവിലെ നിന്റെ വിഹിതം നിനക്ക് ആവശ്യമാണ്, എന്നാൽ പരലോകത്തിന്റെ വിഹിതം നിനക്ക് ഇതിലേറെ ആവശ്യമാണെന്നറിയുക. അതിനാൽ ദുനിയാവിന്റെ വിഹിതം വാരിക്കൂട്ടാനാണ് നീ ആദ്യ പരിഗണന നൽകുന്നതെങ്കിൽ പരലോകത്തെ നിന്റെ വിഹിതം തരപ്പെടുത്താനാകാതെ പോവുകയും ദുനിയാവിന്റെ വിഹിതത്തിന്റെ കാര്യത്തിൽ നീ ഭീതിയിലായിരിക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടാ പറയുന്നത്?
എന്നാൽ പരലോകത്ത് നിന്റെ വിഹിതം ഒരുക്കുന്നതിലാണ് നിന്റെ പ്രഥമ ശ്രദ്ധയെങ്കിൽ ദുനിയാവിന്റെ നിന്റെ വിഹിതം നിനക്ക് നേടുവാനും അതിനെ നിനക്ക് ക്രമപ്പെടുത്തുവാനും കഴിയും. സുബ്ഹാനല്ലാഹ്. സമയം കുറേ ആയില്ലേ? 3:37 ബാങ്ക് കൊടുക്കാനായി. കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞത് ഞാൻ മറന്നുപോയി. പിന്നെയും ഇൻഷാ അല്ലാ പറ്റുമെങ്കിൽ നാളെയോ മറ്റന്നാളെയോ ആയിട്ട് ചോദിക്കാം. ഇതിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇപ്പൊ പറയുന്ന ഓരോ കാര്യങ്ങളും, ഈ എടുക്കുന്ന ഓരോ ആയത്തുകളും നമുക്ക് ഒരുപാട് ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്, പാഠം ഉൾക്കൊള്ളാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല കാര്യങ്ങളെ മനസ്സിലാക്കി ഉറ്റാലോചനയോട് കൂടി കൈകാര്യം ചെയ്യാനുള്ള നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയോടുകൂടി ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ നാഥാ. എന്തെന്ത് ജീവിതത്തില് പരീക്ഷണങ്ങൾ വന്നാലും അല്ലാഹുവേ നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അതിനെ നേരെ ക്ഷമിക്കാനും സഹിക്കാനും കരുത്തുള്ള ഈമാനോടുകൂടി മുന്നേറാനും അല്ലാഹുവേ ഞങ്ങളെ നീ സഹായിക്കണേ നാഥ. ഒരിക്കലും നിന്റെ കാരുണ്യത്തിൽ നിന്ന് ഞങ്ങൾ നീ അകറ്റില്ലേ റഹ്മാനെ. നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് ഒരു നന്മയും ചെയ്യാൻ സാധിക്കൂല റഹ്മാനെ. ഞങ്ങൾ ഇന്നിവിടെ ഒരുമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എത്രയോ കോടാനുകൂടി ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അശ്രദ്ധയിലായി കഴിഞ്ഞുകൂടുന്നുണ്ടല്ലേ. അള്ളാഹുവെ നീ ഞങ്ങളെ സെലക്ട് ചെയ്ത് ഈ ഹിദായത്തിന്റെ വഴിയിൽ ഞങ്ങൾ ഒരുമിപ്പിച്ചു ഒന്നിച്ചിരിക്കാൻ അവസരം തന്ന അള്ളാഹുവെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇതുപോലെ ഞങ്ങളെ നിന്റെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നിന്റെ സ്വർഗത്തിൽ ഉന്നതമായ ആ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാല് ഇവിടെ കൂടിയ ആളുകളെല്ലാം ഞങ്ങൾക്ക് കാണാൻ, പരസ്പരം കാണാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെല്ലാരും ആഗ്രഹിക്കുന്നത് നിന്റെ സ്വർഗമാണ് അല്ലാഹുവേ. ആ സ്വർഗം ലക്ഷ്യം വെച്ച് സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടും ഞങ്ങളുടെ ചില ദൗർബല്യങ്ങൾ കൊണ്ടും ചില ദുർബല സാഹചര്യങ്ങൾ കൊണ്ടും ഒരുപാട് തിന്മകൾ ഞങ്ങളിൽ വന്നു പോയിട്ടുണ്ട് അല്ലാഹുവേ. അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അതിനൊക്കെ പകരമായി ഒരുപാട് നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ആരോഗ്യം നൽകണേ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മങ്ങളിൽ മുന്നേറാനുള്ള നല്ല തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ തിന്മകളെ എല്ലാം നീ നന്മകളാക്കി മാറ്റിത്തരണേ റഹ്മാനെ. നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ നീ പറയുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും അല്ലാഹുവേ. അതെല്ലാം താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. എന്തൊരു പരീക്ഷണം വന്നാലും നിന്റെ ദീനിന്റെ വഴിയിൽ നിന്നും തെറ്റിപ്പോകാതെ ഹിദായത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള നല്ല സ്ട്രോങ് ആയ ഈമാൻ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.